നമുക്കിവിടെ വലിയ പെരുന്നാള് വെള്ളിയാഴ്ച 6-ാം തീയതി അല്ലേ? ആ അറഫാ ദിനം അപ്പൊ വ്യാഴാഴ്ച 5-ാം തീയതി വരും അല്ലേ? വ്യാഴാഴ്ച അറഫ, വെള്ളിയാഴ്ച പെരുന്നാൾ. പെരുന്നാൾ സൗദിയില്, അറബ് സൗദിയിൽ. രാഷ്ട്രങ്ങളിൽ അങ്ങനെയാണ് ആ ഉള്ളത്. ഓക്കെ. നാട്ടിലപ്പൊ തിരിച്ച് നാട്ടില് എന്താ പറയാ, നാട്ടില് ശനിയാഴ്ച വെള്ളിയാഴ്ച അറഫയും ഏഹ്, ശനിയാഴ്ച ശനിയാഴ്ച പെരുന്നാളുമായിട്ട് വരും. പെരുന്നാളും. അപ്പോ അത് ശരിക്കും അറഫയുടെ ദിനം ഇവിടെ നടക്കുമ്പോഴല്ലേ നാട്ടിലും അറഫ വേണ്ടതെന്ന്. അറഫ വേണ്ട, അങ്ങനെ വരുന്നില്ല. പക്ഷെ അങ്ങനെ എന്താ അങ്ങനെ? അതിനുള്ള കാരണം എന്താ? അത് ഇവിടെ അറഫ വ്യാഴാഴ്ചയാണ്, ആ. നാട്ടിലെ അറഫ ദിനം വരുന്നത് വെള്ളിയാഴ്ചയാണ്. ഉം. അപ്പൊ ശരിക്കും എല്ലാ അപ്പൊ അറഫയുടെ വേണ്ടത് കർമ്മങ്ങളും വ്യാഴാഴ്ച അറഫ വരുമ്പോ നാട്ടിലും അതേപോലെ തന്നെ അറഫ വേണ്ട എന്നുള്ളതാണ്. അതിന് ഒരു നമ്മള് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചന്ദ്രമാസ പ്രകാരമാണല്ലോ നബിദിനോ അല്ല പെരുന്നാള്, റമദാൻ, നോമ്പ് ഇതൊക്കെ ആഘോഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിന്റെ സാഹചര്യവും കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ എപ്പോഴാണോ പിറ കാണുന്നത് അതനുസരിച്ചാണ് അറബി മാസങ്ങളുടെ ആരംഭം കുറിക്കുന്നത്. ഇവിടെ അറബി മാസത്തിന്റെ ആരംഭം അതുപോലെ തന്നെയാണ്. നമ്മൾ റമദാനിലെ നോമ്പും പെരുന്നാളും നമുക്കും താമസിച്ചായിരുന്നല്ലോ. നമുക്കൊരു ദിവസം നേരത്തെയും അവക്കൊരു ദിവസം പിന്തിയാണ് നോമ്പും വന്നത്, പെരുന്നാളും വന്നത്. പക്ഷെ അറഫയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അറഫയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പിറ കാണുമ്പോൾ നോമ്പ് നോൽക്കുക, നിങ്ങൾ പിറ കാണുമ്പോൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കാന്നാണ്. അപ്പൊ ഓരോ നാട്ടിലും നമ്മൾ പിറ കാണുന്ന അനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങളും നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അല്ലാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെ അനുകരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബ സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധ മക്കയിലാണ്. പരിശുദ്ധ മക്കയില് ളുഹർ നിസ്കാരത്തിന്റെ സമയം ഒരു പക്ഷെ 12:30 ഈ 12:30 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സമയം വെച്ച് കൂട്ടുമ്പോഴത്തേന് രാവിലെ 10 മണി ആവുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആ സമയം വെച്ച് കൂട്ടിയിട്ട് നാട്ടിൽ രാവിലെ 10 മണിക്ക് ളുഹർ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ സമയങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെ അനുകരിക്കാൻ ഒരിക്കലും ഇസ്ലാമിൽ തെളിവില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായിട്ട് അള്ളാഹു താല എങ്ങനെയാണോ ക്രമീകരിച്ചിരിക്കുന്നത് അതിനോടനുബന്ധമായി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ അർഫയുടെ വിഷയത്തിലും ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും വരുന്ന സംശയമാണ്. ഇവിടെ ഹജ്ജാജിമാര് അർഫ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും അർഫയോട് അർഫ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നോമ്പ് നോൽക്കുകയൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള സംശയം. പക്ഷെ നമ്മുടെ ഇത് റബ്ബ് അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. താബുദിയായ ഒരു കാര്യമെന്നാണ് അതിന് പറയാ. അതായത് ആരാധനപരമായിട്ട് അങ്ങനെയാണ് അള്ളാഹു താല പ്രകൃതിയെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിന് വിപരീതമായിട്ട് അവിടെ അങ്ങനെയാണെന്നും പറഞ്ഞ് അതിനോട് അനുകരിച്ച് ചെയ്യാൻ ഒരിക്കലും നമ്മുടെ പരിശുദ്ധതയിൽ അനുവദിക്കുന്നില്ല.